അപ്പോൾ അത്തം 10-ന് പൊന്നോണം. നമുക്കിന്ന് അത്തപ്പൂക്കളം ഇട്ടാലോ? അതിന് വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് കുളിച്ച് കിണറിന് വെള്ളമെല്ലാം കോരി കിണ്ടിയിൽ വെള്ളമെല്ലാം നിറച്ച് നമുക്ക് പൂ പറിക്കാൻ പോവാം. അങ്ങനെ അത്തപ്പൂവും നുള്ളി തൃത്താപ്പൂവും നുള്ളി അങ്ങനെ കുറേ പൂവെല്ലാം പറിച്ചിട്ട് നമ്മുടെ വീട്ടിലെല്ലാം പൂവാന്ന് കേട്ടോ. ഈ പൂ എന്താണെന്നറിയോ? ഇതാണ് ചിയോതി. ഈ ചിയോതി ഇട്ടാൽ നല്ല രസമാണ് പൂക്കളത്തിൽ. നല്ല പച്ച കളറിലെ ഒരു ചെടി എന്ന് പറയാം. നമ്മൾ ചിയോതിപ്പൂ എന്നാണ് പറയൽ. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയലീന? അങ്ങനെ നമുക്ക് ഇന്ത്യയിൽ വെള്ളം വെച്ച് അതിന് പൂവെല്ലാം വെച്ചിട്ട് നമ്മൾ പൂക്കളം ഇടാൻ തുടങ്ങലേ. ഒരു ചെക്കിപ്പൂവും കൂടി ഒടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മഞ്ഞപ്പൂവിനെ നമ്മളെ നാട്ടിൽ മഞ്ഞ കൊണ്ടാപ്പൂ എന്നാണ് പറയൽ. കുറേ സ്ഥലത്തെല്ലാം കോളാമ്പി പൂ എന്നെല്ലാം പറയും. ശരിക്ക് കോളാമ്പി തന്നെ, പക്ഷെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ മഞ്ഞ കൊണ്ടാപ്പൂ എന്നാണ് പറയൽ കേട്ടോ. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ ചെമ്പരത്തിയുടെ ഇതള് വെച്ചു. നല്ല ചുവന്ന ചെമ്പരത്തിയാണ് കേട്ടോ. അങ്ങനെ ചെമ്പരത്തിയെല്ലാം വെച്ചിട്ട് നമ്മൾ ചിയോതി പൂവാന്ന് വെക്കാൻ പോകുന്നത്. ഈ ചിയോതി വെക്കുന്നുണ്ടെങ്കിൽ നല്ല മഴ വന്നു കേട്ടോ. പെട്ടെന്നാണ് മഴ വന്നു വിചാരിക്കാതെ. അങ്ങനെ മഴയെ തന്നെ കൂടാമെന്ന് വിചാരിച്ചു. അപ്പോഴൊക്കെ എൻ്റെ മോൻ വന്നിട്ട് കുടയെല്ലാം പിടിച്ച് തന്നു കേട്ടോ. അങ്ങനെ ഏതായാലും പൂടുന്നതിനെടുക്കുന്ന എണീച്ചിട്ടൊന്നുമില്ല. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എണീച്ചു. അങ്ങനെ ചിയോതി നമ്മൾ ചുറ്റും വെച്ചു. ചിയോതിപ്പൂവും വെച്ച് ശരിക്കും പറഞ്ഞാൽ മഴ നല്ലതാണ് നിന്ന് വന്നത്. അത്തം കറുത്ത ഓണം വെളുക്കുമെന്ന് പറയലുണ്ട്. ഓണം വെളുക്കട്ടെ അല്ലേ. ഓണത്തിന് നല്ല വെയിൽ കിട്ടിയാൽ മതി. അങ്ങനെ ഏകദേശം പൂട്ട് കഴിയാനായി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വെള്ള ചെമ്പരത്തിയുടെ ഇതളാണ് വെക്കുന്നത് കേട്ടോ. കുറേ ചെമ്പരത്തി പൂ പിടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ പുറത്തെല്ലാം പൂവിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പടിഞ്ഞാറ്റയിൽ, അതായത് പൂജാമുറിയിൽ പൂടാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ വിളക്കെല്ലാം വെച്ചിട്ട് പടിഞ്ഞാറ്റയിൽ പൂവും. പടിഞ്ഞാറ്റിൽ ചെറിയ കുഞ്ഞ് വട്ടയാക്കും കേട്ടോ. അങ്ങനെ പടിഞ്ഞാറ്റിൽ വലിയ പൂവൊന്നും ഇടില്ല, കുറച്ച് ചെറുങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് പുറത്തത്തെ പൂവൊന്നും കൂടി നോക്കാം. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കേ. ഒന്നാനം കുന്നിലോടി